ബാംഗ്ലൂർ നഗരത്തിലെ ഒരു അപ്പാർട്ട്മെന്റിന്റെ രണ്ടാം നിലയിൽ സന്തോഷം നിറഞ്ഞ ഒരു കുടുംബം താമസിച്ചിരുന്നു. IT കമ്പനിയിലെ HR ഉദ്യോഗസ്ഥനായ സതീഷ് ഗുപ്തയും ഗണിത അധ്യാപികയായ പ്രിയങ്ക ഗുപ്തയും. 10 വയസ്സിന്റെ പ്രായവ്യത്യാസമുണ്ടായിരുന്നെങ്കിലും 3 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ അവർ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. അവരുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞുകൂടി എത്തിയപ്പോൾ ആ കുടുംബം ഏറെ സന്തോഷത്തിലായി എന്ന് എല്ലാവർക്കും തോന്നി. സാമ്പത്തിക സുരക്ഷയും സ്നേഹവും സ്വപ്നങ്ങളും എല്ലാം ശരിയായ ദിശയിൽ തന്നെ പോകുന്നുണ്ടായിരുന്നു. എന്നാൽ വിധി മറ്റൊരു കഥ എഴുതാൻ കാത്തിരിക്കുകയായിരുന്നു. 2010 ഓഗസ്റ്റ് 10 പുലർച്ചെ പതിവ് പോലെ ജോഗിങ്ങിന് പോയ സതീശന് അല്പസമയത്തിന് ശേഷം ഭാര്യയുടെ ഫോൺ കോൾ വരുന്നു. വീട്ടിലേക്ക് 2 പേർ എത്തിയിട്ടുണ്ടെന്നും മാഗസിൻ സബ്സ്ക്രിപ്ഷനെക്കുറിച്ച് സംസാരിക്കുന്നുവെന്നും ഭാര്യ പറഞ്ഞു. അവരെ അകത്തു കയറ്റേണ്ടെന്ന് പറഞ്ഞ് സതീഷ് ഫോൺ കട്ട് ചെയ്തു. എന്നാൽ കുറച്ചു നേരത്തിനകം സതീഷിന്റെ മനസ്സിൽ അസ്വസ്ഥത വളർന്നു. വേഗത്തിൽ വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ വാതിൽ അടഞ്ഞ നിലയിൽ. കോളിംഗ് ബെൽ അടിച്ചിട്ടും പ്രതികരണമില്ല. ഉടനെ അടുത്തുള്ള ഓഫീസിൽ നിന്നും സ്പെയർ കീ കൊണ്ടുവന്ന് വാതിൽ തുറന്നപ്പോൾ അയാൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. കൈകാലുകളും കണ്ണുകളും കെട്ടിയ നിലയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു പ്രിയങ്ക. കഴുത്ത് ക്രൂരമായി അറുക്കപ്പെട്ടിരുന്നു. ആദ്യ നോട്ടത്തിൽ മോഷണശ്രമത്തിനിടെയുണ്ടായ കൊലപാതകമെന്ന് തോന്നിച്ചു. സ്വർണ്ണാഭരണങ്ങളും 2 ലക്ഷം രൂപയും കളവ് പോയിട്ടുണ്ടായിരുന്നു. സതീഷിന്റെ വാക്കുകളിൽ പൊരുത്തം കേടുകൾ തോന്നിയ പോലീസിന് സംശയങ്ങൾ ഉയരാൻ തുടങ്ങി. അപരിചിതർ വരുന്നത് അപ്പാർട്ട്മെന്റിലെ ആരും കണ്ടില്ല. പ്രതിരോധത്തിന്റെ അടയാളങ്ങളുമില്ല. ഫോറൻസിക് റിപ്പോർട്ടുകൾ മറഞ്ഞിരുന്ന സത്യത്തിലേക്ക് വിരൽ ചൂണ്ടി. ഒടുവിൽ ചോദ്യം ചെയ്യലിൽ താനാണ് കൊലയാളിയെന്ന് സതീഷ് സമ്മതിച്ചു. സ്നേഹത്തിന്റെ പേരിൽ സർപ്രൈസ് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഭാര്യയെ സ്വയം കെട്ടിയിട്ട ശേഷം നൈലോൺ കയറുകൊണ്ട് ശ്വാസം മുട്ടിച്ചുകയും പ്രതിരോധിച്ചപ്പോൾ അവസാനം കത്തികൊണ്ട് കഴുത്തറുക്കുകയും ചെയ്തു. സതീഷിന്റെ മാതാപിതാക്കളുമായി പ്രിയങ്ക എപ്പോഴും വഴക്കിടുന്നത് മൂലം അയാൾ വേറെ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറേണ്ടി വന്നതിലുള്ള പകയായിരുന്നു അയാൾ തീർത്തത്. മോഷണം നടന്നതുപോലെ ഒരു നാടകവും അയാൾ ഒരുക്കി. പക്ഷേ നിയമത്തിന്റെ കണ്ണിൽ നിന്നും സത്യത്തെ ഒളിപ്പിക്കാനായില്ല. 7 വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷം കോടതി അയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. വിശ്വാസം തെറ്റായിപ്പോകുന്ന നിമിഷങ്ങൾ, സ്നേഹത്തിന്റെ മുഖമുടിക്കു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രൂരത തിരിച്ചറിയാൻ വൈകിയ നിമിഷങ്ങൾ, ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ അതിന്റെ അനന്തരഫലത്തെക്കുറിച്ച് ഓർക്കാത്ത നിമിഷങ്ങൾ. പ്രിയങ്കയ്ക്ക് അന്ന് അയാൾ സർപ്രൈസ് ഗിഫ്റ്റായി നൽകിയത് അവളുടെ ജീവന്റെ ഉന്മൂലനമായിരുന്നു. എഴുതിയത് രഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. ഇതുപോലെയുള്ള യാഥാർത്ഥ്യങ്ങൾ അറിയാൻ ഞങ്ങളെ പിന്തുടരൂ.